അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? നമുക്കറിയാം, എപ്പോഴെങ്കിലും ഒരു ഖത്മുൽ ഖുർആൻ ഓതുമ്പോൾ നാം എടുത്ത് സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സൂറത്തുൽ ബഖറ, അങ്ങനെ തുടങ്ങി നാം ഓതിപ്പോവുകയല്ലാതെ നമുക്ക് സൂറത്തുൽ ബഖറയെ ഏതെങ്കിലും രീതിയിൽ പരിചയമുണ്ടായിട്ടുണ്ടോ? എന്നാൽ നമുക്ക് ആദ്യം സൂറത്തുൽ ബഖറ ഒരു 4 ആയത്ത് ഓതിക്കൊണ്ട് നമുക്ക് പരിചയപ്പെടാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون. ഇങ്ങനെ തുടങ്ങി വണ്ണമേറിയ ആയത്തുകൾ കൊണ്ട് സൂറത്തുൽ ബഖറ പൂർത്തിയാകുന്നത് നമ്മുടെയൊക്കെ വീടുകളിലും നാം നിത്യജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ട ഒരു അത്ഭുത സൂറത്ത് തന്നെയാണ് ഈ സൂറത്ത്. കാരണം വഴിതെറ്റി ജീവിക്കുന്ന പൊതുസമൂഹത്തിലെ ന്യൂ ജനറേഷൻ സഹോദരങ്ങൾ സഹോദരിമാർ കോളേജുകളിലേക്കും മറ്റുമായി ഇറങ്ങുമ്പോഴും അതല്ലെങ്കിൽ മറ്റു പല മോശമായ റൂട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ അറിയാതെ നാം ജീവിതത്തിൽ തിന്മകൾ അധികരിപ്പിക്കുകയും നന്മകൾ ഒഴിവായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഖുർആനുമായി ബന്ധമുള്ള ഏതൊരാൾക്കും, അതിൽ സൂറത്തുൽ ബഖറയുമായി ബന്ധമുള്ള ഏതൊരാൾക്കും എവിടെയും ഒരു പിശാചിനെയും പേടിക്കേണ്ടതില്ല. ഈ സൂറത്ത് 3 പേജ് വെച്ച് എല്ലാ ദിവസവും നിങ്ങൾ പാരായണം ചെയ്യുകയാണെങ്കിൽ ഒരു ശൈത്വാനും നിങ്ങളുടെ അടുത്തുപോലും വരികയില്ല. നാം മക്കൾ വഴിതെറ്റുമോ എന്ന് ഭയന്നിരിക്കുന്ന മാതാപിതാക്കളോട് പ്രത്യേകം പറയുന്നു, നിങ്ങൾ മക്കളെ സ്കൂളിലേക്കും മദ്രസയിലേക്കും മറ്റുള്ള സ്ഥലങ്ങളിലേക്കും വിടുമ്പോൾ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുകയും അവരുടെ തലയിൽ ഊതിക്കൊടുക്കുകയും വെള്ളത്തിൽ ഊതി കുടിക്കാൻ കൊടുക്കുകയും ചെയ്യുമ്പോൾ ശാരീരിക അസ്വസ്ഥതകൾ, മോശമായ ചിന്തകൾ എന്നിവയിൽ നിന്നും കുട്ടികൾ മാറി ചിട്ടയുള്ളവരായി മാറാൻ വലിയ ഒരു ഉപകാരപ്രദമായ സൂറത്ത് തന്നെയാണ് ഈ സൂറത്തുൽ ബഖറ. ഇന്നെവിടെ നോക്കിയാലും പൈശാചിക കേസുകളാണ് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് എല്ലാവർക്കും അറിയാം, എങ്കിലും പറയാം. പണ്ട് കാലങ്ങളിൽ എല്ലാവരുടെ വീടുകളിലും ഖുർആൻ ഓതുന്ന ഉമ്മമാർ, മക്കൾ, ആരെങ്കിലും ഒരാളെങ്കിലും ഖുർആൻ ഓതിയിരുന്നു. എന്നാൽ ഇന്ന് കാലങ്ങളിൽ വീട്ടിൽ ഒരാൾ പോലും ഖുർആൻ ഓതാത്ത ഒരു അവസ്ഥയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വീട്ടിലേക്ക് പിശാചുക്കൾക്ക് കയറി കൂടിയിരിക്കാൻ വളരെ പെട്ടെന്ന് സാധിക്കുന്നതാണ്. ഖുർആൻ ഓതുന്ന വീടുകളിൽ അത്ര എളുപ്പമല്ല
അവരുടെ ദേഹത്തും അവരുടെ വീടുകളിലും കയറിയിരിക്കാൻ. കാരണം ഖുർആൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ പിശാചിന് പേടിയാണ്. ആ പേടിക്കപ്പെടുന്ന സൂറത്തുകളിൽ ഒന്നാണ് സൂറത്തുൽ ബഖറ. ഇത് ധാരാളം നിത്യജീവിതത്തിൽ പാരായണം ചെയ്ത് നമ്മുടെ ജീവിതം മുന്നോട്ട് നീക്കിയാൽ നമുക്ക് പിശാചിനെയും പിശാചിൻ്റെ കൂട്ടാളികളെയും ആരെയും ഭയപ്പെടാതെ മുന്നോട്ട് പോകാൻ കഴിയും. നമ്മെ കാണുമ്പോൾ തന്നെ ഏത് നിലയ്ക്കുള്ള പിശാചായാലും അവൻക്കൊന്ന് വിറയൽ വരും, പേടി തോന്നും. ഉറപ്പാണ് ഇത് ജീവിതത്തിൽ പകർത്തിയാൽ ധാരാളം അനുഭവങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറ പാരായണം ചെയ്യാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. ഓരോ സൂറത്തുകളും ഓരോ ഉപകാരങ്ങൾ ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. അല്ലാഹു എല്ലാ സൂറത്തുകളെയും സ്നേഹിക്കുകയും ഖുർആനിനെ വേണ്ട പോലെ ഓതുകയും ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.